ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രൂപയുടെ മൂല്യത്തകർച്ചയിൽ വലിയ ആക്ഷേപവും പരിഹാസവുമായിരുന്നു എല്ലാ വേദികളിലും അക്കാലത്തെ സർക്കാരുകൾക്കെതിരെ, കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചരിത്രത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് സംഗതി എത്തിയിട്ടുണ്ട്. അങ്ങനെ കാണണം അതിനെ? എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് കെ സുരേന്ദ്രൻ്റെ മുഖമാണ്. കാരണം BJP നേതൃത്വത്തിൽ എനിക്ക് ഏറ്റവും സ്നേഹസൗഹൃദങ്ങളുള്ള വളരെ പ്രിയപ്പെട്ട നേതാവാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തെ 2 തവണ കുടുക്കിൽ ചാടിച്ചിട്ടുണ്ട് ഈ കേന്ദ്ര നയങ്ങൾ. അതിലൊന്ന് 2017 അത് നളിൻ കുമാർ കട്ടീൽ കേരളത്തിൽ വന്നൊരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹമാണ് വിവർത്തനം ചെയ്തത്. അദ്ദേഹം നേരിട്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് വൈകാതെ നരേന്ദ്രമോദി സർക്കാർ ഈ രൂപയുടെ മൂല്യത്തെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അന്ന് അപ്പോൾ വൈകാതെ ഈ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എന്നത്, അതായത് 1 രൂപ എന്നത് $15 എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് ആദ്യം അതെ അതിന് 1 രൂപ എന്നത് $15 എന്നുള്ള അവസ്ഥയിലേക്ക് അവസാനം എത്തിക്കുമെന്നുള്ളതാണ്. അതായത് രൂപ മുകളിൽ കയറുമെന്ന്. രൂപ മുകളിൽ കയറും. ഒരു ഡോളറിന് 15 രൂപയല്ല, തിരിച്ച്. അപ്പോൾ ആ രീതിയിൽ അത് തന്നെ $15 1 രൂപ, അവസാനം $15 എന്നാൽ 1 രൂപ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അന്ന് അദ്ദേഹം നൽകിയ വാഗ്ദാനം. വേറൊരു വാഗ്ദാനം എനിക്ക് ഓർമ്മയുള്ളത്, അതെ, 50 രൂപയ്ക്ക് പെട്രോൾ അനുവദിക്കാൻ. ഇതൊക്കെ ഞാൻ ഇന്നും പെട്രോൾ അടിച്ചതാണ്. അടിക്കണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം പെട്രോൾ അടിക്കുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എല്ലാത്തിലും ഇപ്പോൾ കുറ്റപ്പെടുത്താറുള്ളത്, ഇപ്പോൾ നെഹ്റുവിനെയും മൻമോഹൻ സിംഗ് 2 ശത്രുക്കളാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനുള്ളത്. ഇന്ത്യയുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം അവർ 2 പേരുമാണ്. പക്ഷേ ഇതിലേറ്റവും കൗതുകകരമായ കാര്യം, നെഹ്റുവിൻ്റെ സമയത്ത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 3 രൂപ 30 പൈസയായിരുന്നു നെഹ്റുവിൻ്റെ കാലത്ത്. ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 63 രൂപയായിരുന്നു. അതിപ്പോൾ 90 രൂപയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഈ പരിമിത കാലം കൊണ്ട്. സ്വാഭാവികമായിട്ടും മോദിജിയുടെ ആരാധകർ നെഹ്റുവിൻ്റെ കാലത്ത് അത്രയും കുറവായിരുന്നു. വെറും 3 രൂപ എന്നത് ഇപ്പോൾ ഞങ്ങൾ 95 രൂപയാക്കി. വെറും 3 രൂപ എന്നുള്ളത് ഞങ്ങൾ 90 രൂപയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്നില്ലേ മോദിജി എന്ന് വേണമെങ്കിൽ അത് പറയാം. പക്ഷേ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ്. കാരണം നിക്ഷേപകരെല്ലാം വലിയ ആശങ്കയിലേക്ക് പോകും. ഈ വിദേശ നിക്ഷേപങ്ങൾ വല്ലാതെ ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന സ്ഥിതി ഉണ്ടാകും. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളർച്ചാ നിരക്ക് കുറയും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. നമ്മൾ പക്ഷേ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് പോവേണ്ടത്.